ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ടേസ്റ്റ് ഒക്കെ കിട്ടും. ഈ ഹോട്ട് ആൻഡ് ക്രിസ്പ് ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു അരക്കപ്പ് ഉഴുന്നാണ്. അരക്കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇത് പുതിനയിലയാണ്. 10 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പ്. ബ്രെഡാണിത്. 6 എണ്ണം അരികു മുറിച്ച് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണിത്. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ്. ഉഴുന്ന് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണിത്. ഞാൻ അരക്കപ്പാണ് എടുത്തത്. കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്. ഇത് കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതൊരു കപ്പാണുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഒരു മിക്സി എടുക്കുക. ആ മിക്സിയിലേക്ക് നമുക്ക് ഉഴുന്നിടാം, പുതിനയില, ഉപ്പ്, ബേക്കിംഗ് സോഡ, കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി അരച്ച് കഴിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സി ഒന്ന് അടിച്ച് ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഈ വെള്ളവും മാവും കൂടി നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് ചീനച്ചട്ടി വെക്കാം, കത്തിക്കാം, ഓയിൽ ഒഴിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നതിന് കുറച്ച് മുന്നേ മാത്രം ബ്രെഡ് പീസ് മാവിൻ്റെ അകത്തേക്ക് ഒന്ന് മുക്കിയെടുത്താൽ മതി. നമ്മൾ പഴംപൊരിക്കൊക്കെ പഴം മുക്കി എടുക്കുന്ന മാതിരി നേരത്തെ ഇടണ്ട. അപ്പം എണ്ണ ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. എല്ലായിടത്തൊന്ന് മാവാവുന്ന രീതിയിൽ മുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിടാം. നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഒരു ഭാഗം നല്ല ഗോൾഡൻ നിറമാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിടാം. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്ത ബ്രെഡ് ഇടാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡ് പീസും വറുത്ത് കോരി എടുത്ത് വയ്ക്കാം. നമ്മളിത് എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുള്ളൂ. ഇതിന് കോമ്പിനേഷൻ മല്ലിയിലേൻ്റെ ചട്നിയാണ്. കെച്ചപ്പിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് മല്ലിയിലേൻ്റെ ചട്നിയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ടേസ്റ്റ് ഒക്കെ കിട്ടും. എല്ലാവരും ഈ നോമ്പ് കാലത്ത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും. എൻ്റെ ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye. Stay safe.